അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോകുന്നത് വെച്ചാൽ കാസർഗോഡ് റാണിയായ റാണിപുരത്തേക്കാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് എങ്ങനെ പോയിട്ട് വരാമില്ല, നമുക്ക് ജസ്റ്റ് നോക്കി വരാം. ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന വണ്ടി, പൾസർ 150. വേറെ രണ്ടുള്ള വീട് വന്നിട്ടുണ്ട്, ജോയിൻ ആക്കിയിട്ടുണ്ട്, കളകളത്തെ പിള്ളേർ. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്ന റോഡ് റാണിപുരത്തേക്ക് ഏറ്റവും എളുപ്പമേറിയ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. ഈ റോഡ് പറയുന്നത് വെച്ചാൽ നീരീശ്വരം കാലിച്ചാണക്കം റോഡാണ്. റാണിപുരത്തേക്ക് 2 റൂട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് കാനങ്ങാട് നിന്ന് നമുക്ക് വരുന്നവർക്ക് അപ്പുറം പാണത്തൂർ വഴി പോകാൻ പറ്റും, മാവുങ്കാല റോഡ് വഴി പോകാം. നീരീശ്വരം കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുള്ള ഈ റോഡാണ് കേട്ടോ ഏറ്റവും ഈസിയേറിയ റോഡ്. കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് പയ്യന്നൂരിൽ നിന്ന് കോത്തായമുക്ക് വഴി കയറി നേരെ ചീമേനെ ടച്ച് ചെയ്ത് കയ്യൂർ വഴി ചൂയിൻകൂട് ചായോത്താറും ഈ കാണുന്ന റോഡിലേക്ക് എന്താ പറയുക എത്തിച്ചേരുന്നതാണ്. നമ്മളിപ്പോൾ പോകുന്നത് വെച്ചാൽ കാലിച്ചാണടുക്കം നീരീശ്വരം റൂട്ടിലാണ് ഈ പോകുന്നത്. ഈ കാണുന്നത് വെച്ചാൽ കാലിച്ചാണക്കത്തെ ഏറ്റവും വലിയൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഇത് സംഭവം. ഇവരെ തന്നെ ശവക്കല്ലറയും തൊട്ടടുത്ത് ഹിന്ദുക്കളുടെ ശ്മശാനം നമുക്ക് കാണാൻ പറ്റും. റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി റോഡാണ്. മെക്കട റോഡ് നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഇടത്തോട് വരെ ഈ ഒരു മെക്കട റോഡ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വളവും കൂടി കഴിഞ്ഞാൽ നമുക്ക് കാലിച്ചാനടക്കം എന്നൊരു ടൗൺ കിട്ടും കേട്ടോ. അതായത് നമ്മൾ ചോയിൻകൂട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ടൗണാണ് കാലിച്ചാനടക്കം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം കാണുന്നത് കാലിച്ചാനടക്കത്തെ ഹൈസ്കൂളാണ് കേട്ടോ. ഞാനൊക്കെ പഠിച്ചൊരു സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വികസനം ഈ സ്കൂളിൽ കാണാനുണ്ട്, അത് വേറെ കാര്യം. കാലിച്ചാണക്കം ടൗൺ നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കാലിച്ചാണക്കത്തെ ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം നല്ലൊരു ടൗണാണ് കേട്ടോ കാലിച്ചാണക്കം. നമ്മളിപ്പോൾ ചോയിൻകൂട് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്നൊരു ടൗണാണ് കേട്ടോ ഈ ഒരു സ്ഥലം. നമുക്ക് ഈ റോഡ് സ്ട്രൈറ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ടൗണിന് ലെഫ്റ്റിലേക്ക് റോഡ് കിട്ടും. ആ റോഡ് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ സ്ട്രൈറ്റ് പോയാൽ മതി. അങ്ങനെ കാലിച്ചാണക്കം ടൗണും കയറി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്തിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടത്തോട് പറഞ്ഞൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യും കേട്ടോ. കാരണം ഇതിന് വലിയൊരു കുന്നിന് മുകളിലാണ് ഈ റോഡ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നല്ലൊരു വ്യൂ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്ന് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ല എന്ന് തോന്നുന്നത്. അത്രമാത്രം റബ്ബറാണ് കേട്ടോ ഈ റോഡിൻ്റെ 2 സൈഡും ഉള്ളത്. ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റോഡ് ഫുള്ള് വളവും തിരിവും തിരിഞ്ഞൊരു റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അപകടം കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അറിയാത്തവർ ഈ റോഡ് വഴി വരുന്നുണ്ടെങ്കിൽ, ഈ അറിയുന്നവർ വരുന്നുണ്ടെങ്കിൽ മാക്സിമം പതുക്കെ പോവുക. കാരണം നമ്മൾ പ്രതീക്ഷിക്കാനുള്ള നമുക്ക് വളവും തിരിവും കിട്ടുന്നത്. ഓക്കെ, നമ്മൾക്ക് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മുഖത്ത് കാണാൻ പറ്റും. നമ്മളതിൻ്റെ ഫ്രണ്ട് ബൈക്ക് ഓടുന്ന വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ട് റെയിൻ കോട്ട് ധരിച്ച് ഫുൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇടത്തോളാണ് കേട്ടോ എത്താൻ പോകുന്നത്. ഈ കാണുന്ന റോഡ് അവസാനിക്കുന്ന ഇടത്തോളാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത്. അതൊക്കെ വെച്ചാൽ ഈ മെക്കാണ റോഡ് ഇവിടെ അവസാനിക്കും കേട്ടോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം കുഞ്ഞതായിട്ടുള്ള ഒരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഈ ഇടത്തോട് പറഞ്ഞ സ്ഥലം. ഇവിടെ നമുക്ക് റൈറ്റും ലെഫ്റ്റും റോഡ് കിട്ടും കേട്ടോ. നമുക്ക് നേരെ റൈറ്റിലേക്കല്ല ലെഫ്റ്റിലേക്കാണ് കേട്ടോ പോകേണ്ടത്. മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അങ്ങനെ അധികം ആരും റോട്ടിലാരും കാണുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ആകെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്ന റോഡും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലും വാഹനങ്ങൾ കുറവാണ് കേട്ടോ. ഈ ഒരു റോഡ് നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന റോഡാണ് കേട്ടോ. നമുക്ക് ഈ നേരത്തെ ലെഫ്റ്റ് സൈഡിലാണെന്ന് വ്യൂ ആണെങ്കിൽ ഇപ്പം നേരെ റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അമ്മതിന് വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ദൂരെ കാണാൻ പറ്റും. കോടൊക്കെ വന്ന് പെയ്യുന്ന എന്താ പറയുക മലയെല്ലാം കാണാൻ പറ്റും. അമ്മതിന് എക്സ്പീരിയൻസ് ആണ് റോഡ്. റാണിപുരത്തേക്ക് പോകുന്ന എല്ലാ റൂട്ടും നമുക്ക് ഭയങ്കരമായിട്ട് നല്ല വ്യൂവെല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഈ 2 റോഡും. അതായത് കാനങ്ങാട് നിന്നുള്ള റോഡും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡും. ഈ റൂട്ട് മനസ്സിലാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറയാം. നമ്മളിപ്പോൾ നീരീശ്വരത്താണെങ്കിൽ നീരീശ്വരം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് മേൽപ്പാലം ഓവർ ബ്രിഡ്ജ് കയറി റൈറ്റിലേക്ക് വന്ന ആ റോഡ് നേരെ സ്ട്രൈറ്റ് വരുന്നത് ചോയിൻകൂട് വന്ന സ്ഥലത്താണ് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് നേരെ കാലിച്ചാണക്കം റോഡ് കയറി നേരെ സ്ട്രൈറ്റ് മെക്കട റോഡ് കിട്ടും നമുക്ക്. ആ റോഡ് നേരെ കയറി വന്നാൽ നമുക്ക് ഇടത്തോട് നിന്ന് ലെഫ്റ്റിലേക്ക് കയറി ഈ റൂട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. നമ്മളിപ്പം എത്തിച്ചേരുന്നത് ഒടയൻചാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ ഒടയൻചാല്. അതായത് റാണിപുരത്തേക്ക് കാനങ്ങാട് നിന്ന് മെയിൻ റോഡ്, പാണത്തൂർ മെയിൻ റോഡ് ടച്ച് ചെയ്യുന്ന റോഡാണ് കേട്ടോ ഒടയൻചാല് റോഡ്. അത്യാവശ്യം നല്ലൊരു വിശക്കുന്നുണ്ട്. നമ്മളൊന്നിച്ച് വന്ന ആൾക്കാരൊന്നും കാണുന്നില്ല, ഇവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ ഒന്ന് എന്തെങ്കിലും ചായ ഒന്ന് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്ന റൂട്ടിൽ പെട്രോൾ പമ്പ് നീലേശ്വരം ടൗൺ കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് പിന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ കിട്ടുന്നത് വെച്ചാൽ ഈ ഒരു ടൗണിലാണ് കേട്ടോ. അതായത് ഒടയൻചാല എന്ന ടൗണിലാണ് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്രോൾ മാക്സിമം നീലേശ്വരത്തിന് അടിക്കാൻ നോക്കുക. നല്ല ചൂട് സമൂസ കിട്ടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. 10 രൂപ സമൂസ കിലോ. ഇനി വിശപ്പുണ്ടോ അറിയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ സമൂസക്ക് എന്തായാലും. പിന്നെ മദ്യപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അപ്ലൈ പറയാം. ഈ കാണുന്ന കേട്ടോ ലാസ്റ്റ് ബാർ. പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് ഇതിൻ്റെ ബാറ് കിട്ടത്തില്ല റാണിപുരം ആ ഭാഗത്തേക്ക്. പിന്നെ അത്ര നമുക്ക് പാണത്തൂർ കയറി ചെമ്പരിക്ക എന്ന സ്ഥലത്താണ് കേട്ടോ ബാറ് കിട്ടുന്നത്. പറഞ്ഞ പോലെ നമ്മളെ വണ്ടിക്ക് പെട്രോൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് കേട്ടോ.
റോഡ് അത്യാവശ്യം നല്ല റോഡ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഇവിടുന്ന് കുണ്ട് കാണാൻ പറ്റും കേട്ടോ. ഒന്നാമത് മഴ ആയതുകൊണ്ട് തന്നെ കുണ്ടിന് ഫുള്ള് വെള്ളം നിറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഈ റോഡ് വഴി വരുന്നവരും മാക്സിമം ശ്രദ്ധിച്ച് വരണം കേട്ടോ. സംഭവം മെക്ക റോഡൊക്കെയാണ്, എന്നാലും മഴയുടെ ശക്തി കൊണ്ട് നമുക്ക് പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റെയിൻ കോട്ടും എന്തായാലും നിർബന്ധമായും ഇട്ടേ പറ്റൂ, കാരണം മൊബൈൽ ഫോണും മറ്റതും നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യണം. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് നമ്മൾ റോട്ടിന് സമയത്ത് മഴ കുറഞ്ഞിട്ടാ, സാധാരണ അങ്ങനെയാണല്ലോ. നമ്മൾ പിന്നെ കയറാൻ പോകുന്ന ടൗൺ ഇതാണ് കേട്ടോ, രാജപുരം ടൗൺ. ഒടയഞ്ചാലിൻ്റെ അത്ര വലിയ ടൗണൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട ബാറും കാര്യങ്ങളൊന്നും ഇടാൻ ചാൻസ് ഇല്ല. പിന്നെ റോഡ് പണി നടക്കുന്നതിന് തോന്നുന്നുട്ടാ, ഈ റോഡിൽ നിന്ന് നടുക്ക് ഡ്രം നിരത്തി വെച്ചത് കാണുന്നത് അവനെ ചാൻസ്. കാരണം വെച്ചാൽ നമ്മൾ വരുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് സൈഡും മറ്റു കാര്യങ്ങളെല്ലാം ഇറക്കുന്നുണ്ടായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കൂടെ യാത്ര തിരിച്ച് എന്നാൽ പകുതിക്ക് വെച്ച് മിസ്സായി പോയ ആ രണ്ട് പേരെ കണ്ടുമുട്ടിയ സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. അപ്പം അവർ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി EV ഇലക്ട്രിക് സ്റ്റേഷൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ 18 മൈൽ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര്. അത് നമ്മൾ രാജപുരത്ത് നിന്ന് റാണിപുരത്തേക്ക് വരുന്ന സമയത്ത് റൈറ്റ് സൈഡാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ടൗണാണ് മാലോൺ ടൗൺ. അതായത് നമ്മൾ റാണിപുരത്തേക്ക് എത്തുന്ന മുന്നേ ലാസ്റ്റ് അവസാനം കിട്ടുന്ന ടൗണാണ് കേട്ടത്. നമുക്കൊരു ഫുഡ് കാര്യങ്ങളൊന്നും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഹോട്ടലോ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഈ ഒരു ടൗൺ കഴിഞ്ഞാൽ പിന്നെ റോഡ് വൻ ശോകമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് സംശയം തോന്നും ഈ റോഡ് തന്നെയാണോ റാണിപുരത്തേക്ക് പോകുന്നത് എന്നൊക്കെ. നമ്മളീ കാണുന്നത് വെച്ചാൽ രാജപുരത്തെ കോളേജാണ് കേട്ടോ. റൈറ്റ് സൈഡ് നമുക്ക് രാവിലത്തെ സ്കൂളും കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റോഡിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇങ്ങനെ വിടില്ല. കാരണം വെച്ചാൽ ഇത് മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡും കൂടിയാണ് കേട്ടോ. മെയിൻ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ റോഡ് വഴി പോകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ പാണത്തൂർ ടൗൺ എത്തും. പാണത്തൂർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ മടിക്കേരി ഫോറസ്റ്റ് കിട്ടും കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് നമുക്ക് ആ ഫോറസ്റ്റിൽ കിട്ടില്ലേ. നമ്മൾ വെച്ചാൽ ഈ കാണുന്ന കേട്ടോ പനത്തടി ടൗൺ. ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് നമുക്ക് റാണിപുരത്തേക്കുള്ള റോഡ് കാണും. ആ മെക്കട റോഡ് നമുക്ക് റാണിപുരത്തേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ റാണിപുരത്തേക്ക് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ മെക്കാടം, ഒരു രക്ഷയുമില്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് ഫുഡോ കാര്യങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്ന്ന് വാങ്ങണം. കാരണം മുകളിൽ അങ്ങനെ ഫുഡും കാര്യങ്ങളും കിട്ടാനില്ല. അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മരണ പൈസയാണ് കേട്ടോ. അത് ഇപ്പോഴേ ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ഫുഡോ കാര്യങ്ങളോ വാങ്ങുന്നുണ്ടെങ്കിൽ താഴ്ന്ന് വാങ്ങിയിട്ട് മാക്സിമം പോവാം. പിന്നെ ഈ റോഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ല അടിപൊളി മെക്കാട റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ റോഡ് ഫുള്ള് വളവും തിരിവും നിറഞ്ഞ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ പതുക്കെ പോവുക. പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അങ്ങ് ഒരു വാഹനം നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകുന്ന സമയത്ത് ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് വലത്തെ ഭാഗത്ത് മാത്രമേ കേട്ടോ വീടുകളും ബിൽഡിങ്ങും കാണാൻ പറ്റും. അതായത് ഇടത്ത വശത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം അവിടെ ചെറിയൊരു ഫോറസ്റ്റാണ്. ചെറുത് പറയാൻ വെച്ചാൽ നമ്മൾ പോകും തോറുന്ന സമയത്ത് ആ ഫോറസ്റ്റ് കൂടി വരും. അത് വേറെ കാര്യം. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ റോഡ് വഴി പോകുമ്പോൾ കിട്ടുന്നത്. കാരണം വെച്ചാൽ വലത്ത് ഭാഗത്ത് നമുക്ക് റാണിപുരത്തിൻ്റെ ടോപ്പ് സ്ഥലം അങ്ങനെ കാണാൻ പറ്റും. ഇനി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും ആ ഒരു എന്താ പറയുക ടോപ്പ് ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ത്രില്ലായിരിക്കും. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ മൈൻഡ് അതാണ് കേട്ടോ, എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ളത്. കാരണം കുറേ സമയം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഒരു പണ്ടത്തെ ബിൽഡിങ്ങൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിലൊന്നും ആൾ താമസം ഉണ്ടോ എന്ന് സംശയമാണ്. കൃഷിക്കോ മറ്റോ ഓരോ മണ്ണെടുത്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ചെറിയൊരു ജംഗ്ഷൻ, അതായത് ഒരു കവലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നെയിം ബോർഡൊക്കെ കാണാൻ പറ്റും. അതായത് റൈറ്റ് സൈഡ് നമുക്ക് അവിടെ ഒരു 2-3 ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പലചരക്കുള്ള ഷോപ്പാണ്. ഇവിടെയുള്ള വീടുകൾക്ക് മറ്റും ആവശ്യമുള്ള സാധനം വാങ്ങാൻ പറ്റുന്നൊരു ഷോപ്പാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ്. നമ്മൾ ഈ പോകും തോറും സമയത്ത് ഫോറസ്റ്റ് കൂടി വരുന്നു കേട്ടോ. ഇപ്പുറം അത് ഇടത്തെ ഭാഗത്ത് വലിയൊരു കൊക്കയാണ് കേട്ടോ. മാത്രമല്ല നല്ല അടിപൊളി വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ കിട്ടും. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ആ വ്യൂ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട്, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. മരങ്ങൾ കാരണം അത് നമുക്ക് കറക്റ്റ് അത് മൊബൈലിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ 2 വീലർ ആണല്ലോ, നമുക്ക് കറക്റ്റ് അത് ഷൂട്ട് ചെയ്യാനുള്ള ബാലൻസ് കൂടി കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ചെറിയൊരു ഫോറസ്റ്റിലേക്ക് കയറിയിട്ടാണ്. 2 സൈഡും ഫോറസ്റ്റാണ്. ഒരു സൈഡ് കൊക്കയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കൊടും വനമാണ് കേട്ടോ. അതിനൊരു ചെറിയൊരു കോട നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഇത് ക്ലിയറായി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മുമ്പോട്ട് പോകുന്ന തോറും നമുക്ക് വീടുകൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ബിൽഡിങ്ങും മറ്റേ റിസോർട്ടും കാണാൻ പറ്റും. മറ്റേ നേരത്തെ നമ്മൾ കണ്ട പോലെ വീടുകൾ കാണൽ കുറവായിരിക്കും. നമ്മളീ കാണുന്ന കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ വ്യൂ ഇല്ലേ, അത് സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് കാണുന്ന സമയത്ത് നമുക്കൊരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെച്ചാൽ റിസോർട്ടുകളുടെ ഒരു പൂരമാണ് കേട്ടോ. ഇഷ്ടംപോലെ റിസോർട്ടുകൾ നമുക്ക് ഇവിടെ വലത്തെ സൈഡ് കാണാൻ പറ്റും. മരണ പൈസ ആയിരിക്കും കേട്ടോ. നമുക്കിവിടെ റൂം വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ബുക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റേ ഒക്കെ ഇവിടെ ഉണ്ട്. രാത്രി വേണമെങ്കിൽ എത്ര ദിവസം നമുക്ക് ഇവിടെ സ്റ്റേ അടിക്കാം. ഈ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ നമ്മൾ റാണിപുരത്തേക്ക് പോകുന്ന സമയത്ത് വലത്തെ ഭാഗത്താണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇടത്തെ ഭാഗത്ത് വൻ ഫോറസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും മാക്സിമം കുറവാണ്. ഇവിടെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി കാണാനുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂവിലൊരു പള്ളിയാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് ഭംഗി ഉണ്ടാവും എന്നൊക്കെ അറിയില്ല, എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അത്
അത് നിങ്ങളാ പള്ളി കാണും. നമ്മൾ ഈ അങ്ങ് കാണുന്ന പള്ളിയാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ വൺ സെറ്റപ്പാണ് ആ പള്ളി. ഒരു രക്ഷയില്ല. നമുക്ക് അവിടെ നിന്നാൽ നമുക്കത് കാര്യമായുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊരു ഏരിയ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഇന്നിപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ ആളുകളും മറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. എന്നാൽ സമയമായി 3 മണി വരെ ഇല്ല കേട്ടോ നമുക്ക് ഈ റാണിപുരത്ത് ടോപ്പിൽ കയറാനുള്ള സമയം. ആ ഒരു കാര്യം ആരും മറക്കണ്ട. 3 മണി വരെ ഇവിടെ മാക്സിമം ടിക്കറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കൊടുക്കില്ല കേട്ടോ, കാരണം 5 മണിക്ക് മുകളിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരും. നമ്മളീ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. ഇതിന് പണി കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കണ്ട റിസോർട്ടില്ലേ, താഴെ കണ്ട റിസോർട്ട്, ആ റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോശം പറയാൻ പറ്റില്ല, നല്ല സർവീസാണ്. പക്ഷേ അതുപോലെ റേറ്റും ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെ ഉണ്ട്, നമ്മളൊന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പണി കഴിഞ്ഞിട്ട് അതുകൊണ്ട് യൂസ് ആക്കാൻ പറ്റിയില്ല. നമ്മളീ കാണുന്ന ചെറിയൊരു ഹബ്ബാണ് കേട്ടോ. ഹബ്ബ് വെച്ചാൽ ഈ ടൂറിസ്റ്റുകാരെല്ലാം വന്നിട്ട് ഒരു ഹബ്ബ് അടിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളാണ് മെയിൻ. നമ്മളങ്ങനെ ഈ കാണുന്ന വെച്ചാൽ റാണിപുരത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറില്ലേ, അവിടേക്ക് എത്തിച്ചേരുന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെ കാണുന്ന ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. യെസ്, അങ്ങനെ എത്തി ഗൈസ്, നമ്മൾ റാണിപുരം എത്തി ഗൈസ്. ഇനി ഈ ബൈക്ക് എവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യണം. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഉണ്ടെന്നാ ഫ്രണ്ട് പറഞ്ഞത്, കറക്റ്റ് എനിക്ക് അറിയില്ല. അതാ തന്നെ ഇവിടെയാണ് കേട്ടോ ബൈക്ക് പാർക്ക് ചെയ്യേണ്ടത്. 10 രൂപ കൊടുക്കണം ചാർജ്, അതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ്. ഇനി നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് വെച്ചാൽ അഡൽട്ടിന് 50 രൂപയാണ് കേട്ടോ, പിന്നെ ചിൽഡ്രൻസിന് 20 രൂപ, പിന്നെ ഫോറിനേഴ്സ് അവർ 150 രൂപ, പിന്നെ ക്യാമറക്ക് 50 രൂപ. റേറ്റ് കുറച്ച് അധികവും സംശയമുണ്ട്. പിന്നെ ഇവർ തന്നെ കുറേ സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ എടുത്തൊന്നുമില്ല, ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, അവർ കാണാണ്ട് എടുത്തത്. ഇതിലെ കൂടെ കേട്ടോ അപ്പോൾ റാണിപുരത്തിൻ്റെ മുകളിലേക്ക് പോകേണ്ട എൻട്രി. ഇവരെന്തോ സംഭവം കിട്ടുന്നുണ്ട് കാര്യമായിട്ട്. ഇതുവഴിയാണ് കേട്ടോ നമുക്കിനി പോകേണ്ടത്, സഞ്ചരിക്കേണ്ടത്. നേരത്തെ കൂടെ ഉണ്ടായ 2 പേര് വീണ്ടും മിസ്സായി ഗൈസ്. അവർ വരുമായിരിക്കും, അവരെ ഫോൺ വിളിച്ച് അവർ വരാറുണ്ട്, നിങ്ങൾ കയറിക്കാൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പേരും ഇത് ജസ്റ്റ് ഒന്ന് കയറാൻ തുടങ്ങി കേട്ടോ. പിന്നെ മഴക്കാലമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ കയറിയാൽ മതി. പിന്നെ വെള്ളം വേണ്ടവർ താഴെന്ന് മിനറൽ വാട്ടർ വഴി വെള്ളം വാങ്ങി കൊണ്ടുവരേണ്ടതാണ്. പിന്നെ കുപ്പികൾ ഇവിടെ ചാടാൻ പറ്റില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ കിട്ടും, അത് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് ഉന്മേഷം കാണിക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് കമ്മ കാണാം നമുക്ക് സൈഡാവുന്നത്, കാരണം അതൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ നമുക്ക് ഈ ഇതൊന്ന് കയറി മുകളിൽ എത്താൻ വേണ്ടിയിട്ട്. ബ്രോ സ്ക്രീനിൽ നിന്ന് മാറോ, ഫുള്ള് നീ തന്നെ, ബൈക്കുകളൊന്നും കാണുന്നില്ല. നമ്മൾ നടക്കും തോറും ഇങ്ങനെ ഇരുട്ട് കൂടിക്കൂടി വരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത. പിന്നെ എല്ലാ മരങ്ങൾക്കും പേരുകളുണ്ട് കേട്ടോ. അതിന് നെയിം ബോർഡ് വെച്ചിട്ട് ബോർഡ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിനെല്ലാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കര ആവേശമാണ് കേട്ടോ ഇതിന് കയറി പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും കഥച്ചു കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം വെച്ചാൽ അതിന് കയറ്റാണ് കേട്ടോ ഇതിൽ. അതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കയറാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ നല്ല സ്റ്റാമിന ഉണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിലും അവിടെ നിന്ന് കാണാനില്ല, കാരണം സത്യം പറഞ്ഞാൽ അക്കോലത്ത് എത്തിച്ചേരാൻ പറ്റുന്നില്ല. സംഭവം കത്തിച്ചിട്ട് പണി കിട്ടിപ്പോയി വെച്ചാൽ വെള്ളം വാങ്ങാൻ പറ്റും. അത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിപ്പോയി കേട്ടോ. കാരണം ഞാൻ കണ്ടാവുക എൻ്റെ കുറച്ച് ഫ്രണ്ടാവുന്നത് നമ്മൾ ഇത്രയും തമ്മിലുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ എൻ്റെയും ഫ്രണ്ടിൻ്റെയും സ്റ്റാമിന. എന്തായാലും ഇവിടെ ചങ്ങായി ഇരിക്കേണ്ട സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നും ഇരുന്നിട്ട് പോവാം, അല്ലെങ്കിൽ മുകളിൽ എത്തൂല. അയ്യോ, നമ്മളിപ്പോൾ നടന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നടന്നത് നമുക്ക് മതിയായി, കാരണം ശ്വാസം കിട്ടുന്നില്ല. 50 കയറ്റാട്ടോ നമ്മൾ കയറാനുള്ളത്. ഓക്കെ, നല്ല ചെറു മഴയുണ്ട് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്യില്ല, നമ്മൾ മുകളിലത്തെ ആ സാധനം എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ ഒടുവിൽ ടോപ്പിലെത്തി ഗൈസ്. ഇതാണ് കേട്ടോ ടോപ്പിൽ നമുക്ക് ഇനി നടക്കാണ് കേട്ടോ. 2.5 കിലോമീറ്റർ ഇവർ പറയുന്നത് കേട്ടോ. അതായത് താഴ്ന്ന ടിക്കറ്റ് കൗണ്ടർ ഇട്ടിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തണമെങ്കിൽ 2.5 കിലോമീറ്റർ. പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്കൊരു 100 കിലോമീറ്റർ നടന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 100 ഒരു 5 കിലോമീറ്റർ, 5 ഒരു 10 കിലോമീറ്റർ അത്ര എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നടക്കുമ്പോൾ എത്ര നടന്നാലും നമുക്ക് എത്തില്ല. ഇവിടുന്ന് കുറേ പോകണം. നമ്മൾ ഈ കാണുന്ന ബോർഡ് വെച്ചാൽ നേരെ വലത്തെ ഭാഗത്ത് കേരള ഫോറസ്റ്റും, ഇടത്തെ ഭാഗത്ത് അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡ് കേരളവും, ലെഫ്റ്റ് സൈഡ് കർണാടക ഫോറസ്റ്റാണ് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ മുകളിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ പല നിറങ്ങളിൽ നീല, പച്ച, ചുവപ്പ് അങ്ങനെ പറഞ്ഞ കാരണം വെച്ചാൽ നമ്മൾ 100 രൂപേൻ്റെ റെയിൻ കോട്ടില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് മിക്ക ആളുകളും ഇവിടെ ഇല്ല കേട്ടോ. ഇതുതന്നെ ശരിക്കും നെട്ടിച്ചൊരു വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഒരു ചെറിയ കുട്ടിയെ തൻ്റെ ഉപ്പയോ അച്ഛനോ ആരോ ഒരാൾ ആ
കുഞ്ഞിനെ ഷോൾഡറിൽ ഇരുത്തിയിട്ട് ആ ഒരു മല കയറുന്ന പറഞ്ഞാലേ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എത്ര ആളുകൾ ഒരു എന്താ പറയുക ഇതുപോലെ സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ നല്ലൊരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ താഴത്തെ വ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് കോടയൊക്കെ നിറഞ്ഞുള്ള നമുക്ക് സൂപ്പറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് വരേണ്ടത്. നമ്മളീ കാണുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു ആളാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും കാണുമ്പോൾ നെട്ടും. എമ്മാതിരി റോട്ടിലെല്ലാം ആ ഒരു കൊച്ചിനെടുത്തിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ പവറില്ലേ, അതൊന്ന് ആലോചിച്ചാൽ മതി. അത്രത്തോളം യാത്രയെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലത്. അങ്ങനെ ഏകദേശം നടന്ന് നമ്മൾ ഏകദേശം ടോപ്പിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോകുന്നല്ല, നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ അമ്മാതിരി മനോഹരമായിട്ടൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനല്ലോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്, വ്യൂ ആണ്. അവസരം കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. കാരണം ഈ സമയത്താണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. കാരണം ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ സമയങ്ങളിൽ മഴക്കാലത്ത് മാക്സിമം റിസ്ക്കുമാണ്. അപ്പം അത് ആലോചിച്ചിട്ട് വന്നാൽ മതി. സമയം 4:30 ആയതുകൊണ്ട് തന്നെ നമ്മളോട് തിരിച്ചിറങ്ങാൻ ഇവിടുത്തെ സെക്യൂരിറ്റി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ 2:30 അവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ കയറുന്ന സമയത്ത് ഒരു 4 മണിയായി. അപ്പോൾ അധികം മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ 8 മണിക്കാണ് കേട്ടോ ഇവിടേക്കില്ലേ ഓപ്പൺ. വൈകുന്നേരം 3 മണി വരെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പോൾ 4:05 ആകുന്ന സമയത്ത് നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങേണ്ടി വരും. പിന്നെ മുകളിൽ നിന്നാലും നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോയിലും കാണുന്ന പോലെ തന്നെ സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ഇതിനെക്കാട്ടി മനോഹരമായൊരു വ്യൂ ആട്ടോ നിങ്ങളവിടെ കാത്തിരിക്കുന്നത്.